Good morning all. നമ്മളെ ക്ലാസ് ഏതാണ്ട് കഴിയാനായി തോന്നുന്നു. എന്ന് വെച്ചാൽ ഇപ്പം ജൂലൈ 15 വൈൻഡപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നാളെ കൂടി ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് ഉണ്ടാവില്ലായിരിക്കും. തേഴ്സ്ഡേ കിട്ടില്ലല്ലോ. അപ്പം നാളെ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വെച്ചാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ വഴി വരട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് സ്ലൈഡ്സിലോട്ട് പോവാം. നമ്മൾ 5th മൊഡ്യൂളാണ് പ്രസന്റ് ചെയ്യുന്നത്. 5th മൊഡ്യൂള് ഹായ് പ്രസന്റ് ഒക്കെ പറഞ്ഞോളൂ ചാറ്റിൽ. 5th മൊഡ്യൂളിൽ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറും അതേപോലെ തന്നെ ബയാസിങ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുൻപ് കോണ്ടാക്ട് ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുള്ള ഫുൾ വേവ് റെക്ടിഫയർ, അതിൻ്റെയൊക്കെ ഒരു റിവിഷൻ പോലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് വീഡിയോ കേൾക്കണം കേട്ടോ. വെറുതെ അത് കേട്ടാൽ പോരാ, കാരണം സ്റ്റഡി മെറ്റീരിയൽസ് നോക്കിയിട്ടേ അത് മനസ്സിലാവുള്ളൂ. അപ്പം സ്റ്റഡി മെറ്റീരിയൽസും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ET ലാബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ്. ആ മെറ്റീരിയൽസും കൂടെ വെച്ചിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യാം. ക്ലാസ് ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അതിൽ ബാലൻസ് ഉള്ളത് മെയിനായിട്ട് 4 ടോപ്പിക്സ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അപ്പം മുൻപ് നമ്മൾ പവർ സപ്ലൈ പഠിച്ചിട്ടുണ്ട്. മോഡ്യൂൾ 5 ഓർക്കുക കേട്ടോ. മോഡ്യൂൾ 5 പവർ സപ്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ സപ്ലൈയിലുള്ള വേരിയസ് കോമ്പണൻസ് നമുക്കറിയാം. അപ്പം ഇനീഷ്യലി ദർ വി യൂസ്ഡ് എ ട്രാൻസ്ഫോമർ, അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, then a full wave rectifier, then പിന്നെ എന്തായിരുന്നു ഫിൽട്ടർ സർക്യൂട്ട് കഴിഞ്ഞിട്ട് റെഗുലേറ്റർ, ലോഡ്. അപ്പം ഇത്രയായിരുന്നു ഒരു പവർ സപ്ലൈയിലുള്ള ബേസിക് കോമ്പണൻസ്. അപ്പം അതിൽ നമ്മൾ ട്രാൻസ്ഫോമർ എന്താ നമുക്കറിയാം. പിന്നെ ഒരു ഫുൾ വേവ് റെക്ടിഫയർ, ബ്രിഡ്ജ് റെക്ടിഫയർ നമ്മൾ കണ്ടു. അതിൻ്റെ വർക്കിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളത് നെക്സ്റ്റ് പാർട്ട് നോർമൽ ഫിൽട്ടർ സർക്യൂട്ട് ആണ്. ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ സർക്യൂട്ട് ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു സെനർ റെഗുലേറ്റർ. അപ്പം അതാണ് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, ലെറ്റ് മീ പ്രസന്റ്. So we can start with the capacitor filter. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു പവർ സപ്ലൈയിലുള്ള റെക്ടിഫയർ കഴിഞ്ഞാൽ വരുന്ന നെക്സ്റ്റ് സർക്യൂട്ട് ആണ് കപ്പാസിറ്റർ ഫിൽട്ടർ. ആസ് ദ നെയിം ഇറ്റ്സെൽഫ്, ഫിൽട്ടർ is one type of electronic device that is using to perform signal processing. സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഫിൽട്ടർ. അപ്പൊ അതിന്റെ പേര് തന്നെ ഉണ്ട് ഫിൽട്ടർ. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള കോമ്പണൻസിനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അൺഡിസൈഡ് ആയിട്ടുള്ള കോമ്പണൻസിനെ റിജക്റ്റ് ചെയ്യുന്ന ടൈപ്പ് സർക്യൂട്ട് ആണ് ഫിൽട്ടർ. So we are using a capacitor filter. Many types of filters are available. In that, it's a simple filter. Capacitor filter is using in the power supply circuit. Okay. So the main function of this filter is, as we all know, this capacitor has the property that it's allow AC components and blocks DC components. Okay. The same thing is doing here in a capacitor filter. This type of filter will allow the AC components and blocks the DC components to the load of the load അല്ല to the load. അപ്പോൾ ലോഡിലോട്ട് പോകുന്നത് only AC. Okay. Then the filter circuit output will be a stable DC voltage. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ പറഞ്ഞു. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതിൻ്റെ അത് സ്റ്റോർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പാസ് ചെയ്ത് പോകാൻ എല്ലാം ചെയ്യാതെ ബ്ലോക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന DC വോൾട്ടേജ് ആണ് നമ്മളെ ഫിൽട്ടർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ എ ബേസിക് ഫിൽട്ടർ സർക്യൂട്ട് may consist of a resistor, ഇൻഡക്റ്റർ, കപ്പാസിറ്റർ എക്സെട്ര. ചിലപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ പഠിക്കുന്നുണ്ടാവുമായിരിക്കും ഫിൽട്ടേഴ്സ്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RC ഫിൽട്ടേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കപ്പാസിറ്റീവ് ഫിൽട്ടർ ആണ്. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന റെസിസ്റ്ററും
ഒരു capacitor ആണ്. So we can check the circuit of a capacitor filter. So we can see here, this is the circuit. Okay, this is the circuit. It consists of a rectifier output. That's we are giving the full wave bridge rectifier output is giving to a capacitor filter part. So capacitor filter is providing this, sorry, input is rectifier output is giving as the input to a capacitor filter. So here the capacitor filter is getting the input of rectifier output. Rectifier output ആണ് capacitor filterന്റെ input ആയിട്ട് വരുന്നത്. Then അതിനെ ക്രോസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ലോഡ് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു സിമ്പിൾ കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ സർക്യൂട്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ റെക്ടിഫയർ ഔട്ട്പുട്ട്. നമുക്കറിയാം കപ്പാസിറ്റർ ഫിൽറ്ററിലോട്ട് ഇൻപുട്ട് ആയിട്ട് വരുന്ന, സോ വി ആർ മാർക്കിംഗ് ഇറ്റ് ആസ് ഇൻപുട്ട്. കപ്പാസിറ്റർ ഫിൽറ്ററിലോട്ട് ഇൻപുട്ട് ആയിട്ട് വരുന്ന റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണിത്. So we can see this is a full wave rectifier. So we have full waves, full positive waves are getting here, and it's having a maximum voltage of Vm. Vm is its peak voltage. Rectifier output in the peak voltage and Vm, maximum voltage Vm. Okay, this is the input to the capacitor filter. So how a capacitor filter is working, we can check it. The capacitor filter is working on the base of the input of the rectifier. Rectifier output ആണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇതിലോട്ട് നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ട് ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇതാണ് റെക്ടിഫയർ ഔട്ട്പുട്ട്. ഇപ്പൊ എന്ത് സംഭവിക്കും? ദി വോൾട്ടേജ് ഓഫ് ദി റെക്ടിഫയർ ഇൻക്രീസസ്. അതായത് റെക്ടിഫയർ വോൾട്ടേജിന്റെ പ്രത്യേകത നോക്കൂ. ആദ്യം 0 എന്നും ഒരു മാക്സിമം Vm-ലോട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ Vm എന്ന് 0-ലോട്ട് ഡിക്രീസ് ചെയ്യും. അഗെയിൻ 0 എന്ന് Vm-ലോട്ട് ഇൻക്രീസ് ചെയ്യും. അഗെയിൻ Vm എന്ന് 0-ലോട്ട് ഡിക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഉള്ളത്. ഇതാണ് നമ്മൾ കപ്പാസിറ്ററിലേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? സോ ദി വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ ഇൻക്രീസസ്. ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 0 ടു Vm-ലോട്ട് അത് ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ സ്റ്റാർട്ട്സ് ചാർജിങ്. Capacitor is charging from 0 to a voltage of Vm. Vm voltage ലോട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്ററിന്റെ ചാർജിങ് is from 0 to Vm. Voltage of the rectifier increases, then the capacitor will be charged as well as supplies current to the load. അപ്പം കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. from 0 to Vm. ആ സമയത്ത് എന്ത് വരും? കറണ്ട് വിൽ flows through this load. ലോഡിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. സോ അറ്റ് ദ ലാസ്റ്റ് ഓഫ് ദി ക്വാർട്ടർ ഫേസ്, ഈ ക്വാർട്ടർ ഫേസിന്റെ ലാസ്റ്റിൽ എവിടെ എത്തി? ഇറ്റ്സ് ഇൻക്രീസസ് ഫ്രം 0 to Vm. ഈ ഒരു ക്വാർട്ടറിന്റെ Vm പോയിന്റിൽ എത്തുന്ന സമയത്ത് ദി കപ്പാസിറ്റർ വിൽ ബി ചാർജ്ഡ് ടു ദി ഹയസ്റ്റ് റെക്ടിഫയർ വോൾട്ടേജ് വാല്യൂ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Pm. അപ്പൊ നമ്മൾ പറയാണ് ഫുൾ വേവ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് മുതൽ ഇവിടെ വരെയാണ്. 2 സൈക്കിൾ ഉള്ളതാണ് നമ്മുടെ ഫുൾ വേവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹാഫ് എന്ന് പറയുന്നത് ക്വാർട്ടർ ആണ്, ക്വാർട്ടർ വേവ് ആണ്. അപ്പം 0 ഇനീഷ്യലി ദിസ് റെക്ടിഫയർ ഔട്ട്പുട്ട് ഇസ് ഫ്രം 0 to Vm, then it is from Vm to 0. So during the first phase or first quarter, what happens? This capacitor is charging from 0 to Vm. 0 എന്ന് Vm വരെ ചാർജ് ചെയ്യും. At the last part of this quarter phase, അപ്പോൾ ഈ ഒരു Vm-ൽ എത്തിക്കഴിഞ്ഞാൽ this capacitor will be charged to the highest rectifier voltage Vm വോൾട്ടേജിലോട്ട് കപ്പാസിറ്റർ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. Okay, when the voltage of the rectifier starts to reduce, rectifier voltage next phase-ൽ എങ്ങനെയാണ്? That is reducing from Vm to 0. അപ്പം Vm എന്ന് 0-ലോട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? The capacitor starts discharging through the voltage across it and load. Capacitor എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് കുറയാൻ തുടങ്ങി എന്ന് വെച്ചാൽ this next phase is from Vm to 0. This voltage across this capacitor is getting reduced. So what happens? Capacitor starts discharging through the voltage across and the load. Capacitor discharge ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ ആ ഒരു മൊമെന്റ്, ആ ഒരു ഡിസ്ചാർജിങ് മൊമെന്റിൽ അത് സ്റ്റോർഡ് വോൾട്ടേജിൽ ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വരും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് സ്റ്റോർഡ് വോൾട്ടേജ്, അതായത് when the input voltage is moving from Vm to 0, ഇൻപുട്ട് വോൾട്ടേജ് Vm നിന്ന് 0 ആവുന്ന ഫേസിൽ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് അത് സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള മാക്സിമം പീക്ക് വോൾട്ടേജ് Vm നിന്ന് അത് കുറച്ച് കുറയാൻ തുടങ്ങും. അപ്പൊ കുറയാൻ തുടങ്ങി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പം അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതായത് Vm നിന്ന് 0 എത്തുമ്പോഴേക്കും എന്ത് വരും, അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫ്രം 0 to Vm. അന്നേരം വീണ്ടും എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇൻ ദ റെക്ടിഫയർ ഔട്ട്പുട്ട്, ദിസ് phase of 0 to Vm, capacitor starts charging to a peak voltage of Vm. In the next phase, the capacitor starts discharging from Vm to 0. പക്ഷെ 0 എത്തുന്നതിന്റെ മുന്നേ തന്നെ വെച്ചാൽ ഈ ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് പീക്ക് വോൾട്ടേജ് Vm ചെറിയൊരു രീതിയിലുള്ള കുറഞ്ഞിട്ട് ഡിസ്ചാർജിങ് തുടങ്ങിയിട്ട് 0 എത്തുന്നതിന്റെ മുന്നേ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, അടുത്ത മൊമെന്റിൽ തന്നെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് 0 എത്തൂല, അത് എത്തുന്നതിന് മുന്നേ തന്നെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഡിസ്ചാർജിങ് ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഡിസ്ചാർജിങ് ചെയ്തിട്ട് 0 ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം വീണ്ടും ഈ ഒരു കപ്പാസിറ്റർ Vmലോട്ട് ചാർജ് ചെയ്ത് തുടങ്ങും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് കപ്പാസിറ്റർ ചാർജിങ്, then Vm charging to a voltage of Vm, again decreases to a voltage, again charging to Vm, decreases to a voltage. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ നമുക്ക് കാണാം, ദി വോൾട്ടേജ് അക്രോസ് ദ ലോഡ് വിൽ റെഡ്യൂസ് ലിറ്റിൽ. അപ്പോൾ ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, കുറച്ച് കുറയും. ഓൺലി ബിക്കോസ് ഓഫ് ദ നെക്സ്റ്റ് പീക്ക് വോൾട്ടേജ് ഒക്കേഴ്സ് ഇൻസ്റ്റന്റേനിയസ്ലി. അടുത്ത പീക്ക് വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ്ലി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു കുറവ് നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ സംഭവിക്കും. This procedure will repeat many times and the output waveform will be seen that there is a slight ripple. Ripple എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ താഴ്ചയാണ്. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ച. നമ്മളെ വേവ്സ് കാണുന്ന പീക്ക് ആൻഡ് ട്രെഞ്ച്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പിളിന്റെ എമൗണ്ടിൽ കുറച്ചൊരു കുറവ് വരുത്താൻ എന്തിന് പറ്റും, കപ്പാസിറ്റർ ഫിൽറ്ററിന് പറ്റും. സോ ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് സുപ്പീരിയർ ബിക്കോസ് ഇറ്റ് റിമെയിൻസ് ക്ലോസ് ടു ദ ഹൈസ്റ്റ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ റെക്ടിഫയർ. അപ്പൊ നമ്മൾ ആ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കണ്ടു. എന്താണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, Vm ആണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പം ഏതാണ്ട് നമ്മുടെ കപ്പാസിറ്റർ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു Vm വോൾട്ടേജിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വോൾട്ടേജ് ആയിട്ട് അപ്പിയർ ചെയ്യും. സോ വി ക്യാൻ ചെക്ക് ദ ഫിൽറ്റർ ഔട്ട്പുട്ട്. നമുക്ക് ഇവിടെ കാണാം, ബ്ലൂ കളേർഡ് ആണ് ഫിൽറ്റർ ഔട്ട്പുട്ട്. അപ്പൊ അതിന്റെ മുന്നേ അടിയിൽ ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് റെക്ടിഫയർ ഔട്ട്പുട്ട്. അപ്പൊ റെക്ടിഫയർ ഔട്ട്പുട്ട് പീക്ക് വോൾട്ടേജിലെത്തുമ്പോൾ 0 to Vm എത്തുന്ന സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജസ് increasing and charging up to a voltage of Vm. ഇനി അടുത്ത സ്റ്റേജിൽ എന്താണ്, this rectifier is decreasing its voltage, that's Vm to 0. ആ സമയത്ത് എന്ത് ചെയ്യും, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ആ ഒരു ഡിസ്ചാർജിങ് പോയിന്റ് 0 എത്തുന്നതിന് മുന്നേ തന്നെ എന്ത് സംഭവിക്കും, ഡിസ്ചാർജിങ് സ്ലോലി ആണ് നടക്കുന്നത്. ഡിസ്ചാർജിങ് പ്രോസസ് ഇസ് സ്ലോ. സോ ബിഫോർ ദാറ്റ് the next phase is starting, that is from 0 to Vm. So again this capacitor starts charging to this Vm again, and സംഭവിക്കും, this rectifier is decreasing, rectifier output is decreasing from Vm to 0. In that time this capacitor start discharging, and before completely discharging the next phase is starting. This process is continuous. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ കംപ്ലീറ്റ് റിപ്പിൾസ് എന്ന് വെച്ചാൽ 0 വരെ കുറയുന്ന ഒരു റിപ്പിൾ പാർട്ട്, ആ ഒരു ട്രെൻഡ് നമുക്ക് മിസ്സിംഗ് ആണ്. 0 ലെവൽ അവിടെ ഇല്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഫിൽറ്ററും ഒരു റെക്ടിഫയർ ഔട്ട്പുട്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഫിൽറ്റർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓർ അപ്രോക്സിമേറ്റ്ലി മാച്ച്ഡ് വിത്ത് rectifier output, but there is a slight change in the ripples. Ripple പാർട്ടിൽ എന്തുണ്ട്, ഒരു സ്ലൈറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. റിപ്പിള് വളരെ കുറച്ച് റിപ്പിൾസ് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്രഞ്ച് 0 ലെവലിലുള്ള
ripple part is missing. Only positive voltage മാത്രമേ നമുക്ക് ഇവിടെ അപ്പിയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കുറവ് ഇവിടെ നമുക്ക് കാണുന്നില്ല. ഈ ഒരു ചേഞ്ച് നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഫിൽട്ടർ ഔട്ട്പുട്ട് is slightly reducing the ripples in the rectifier output. Rectifier output ഉള്ള റിപ്പിൾസിനെ സ്ലൈറ്റ് എമൗണ്ടിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽട്ടർ ഔട്ട്പുട്ടിന് പറ്റും. ഓക്കെ, സോ ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഓൾമോസ്റ്റ് നിയറർ ടു ദ പീക്ക് വോൾട്ടേജ്. പീക്ക് ഡി സി വോൾട്ടേജ് വി എമ്മിനോട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വരുവാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഈക്വൽ, കംപ്ലീറ്റ്ലി എന്ന് പറയുന്നില്ല, കാരണം ഇത് എന്തുണ്ട്, ഡിക്രീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു വി എം വോൾട്ടേജിനോട് match the highest, that's the output voltage is superior because it remains significantly close to the highest voltage of the output, highest value of the output voltage of the rectifier output node almost matching ആയിട്ട് ഇത് appear ചെയ്യും. അപ്പൊ അത് filter output is superior compared to the rectifier output. So ഒരു capacitive filterന്റെ properties ആണ് അടുത്തത്. Capacitive filters gives infinite reactance. Reactance എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് reactance? Reactance is the resistance provided or the property of the capacitor. The resistive property of the capacitance is calling as a capacitive reactance. അപ്പം ഡി സി വോൾട്ടേജിനോട് എന്താണ് കപ്പാസിറ്റർ, അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. സോ ഇറ്റ്സ് പ്രൊവൈഡിങ് ഇൻഫൈനൈറ്റ് റിയാക്ടൻസ്, ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ടു ഡി സി, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യും. സോ ഫോർ ഡി സി when f is equal to 0, frequency is equal to 0. So DC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്താണ്, 0 ആണ് അല്ലേ. ഫ്രീക്വൻസി എപ്പോഴാണ് ഉണ്ടാവുന്നത്, that's when it is changing. Okay, when it is changing, alternating വോൾട്ടേജിനാണ് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി പറയുന്നത്. DC frequency is normally 0. So capacitive reactance is calculated by the expression 1 by 2 pi fc. നമ്മൾ മുമ്പ് ചെയ്താണ് capacitive reactance 1 by 2 pi fc, and the f is equal to 0, frequency is equal to 0. That means it's a DC quantity. DC quantity is having frequency is equal to 0. So this reactance or this capacitive reactance x is equal to infinite. So this capacitor is providing infinite reactance to DC quantity. Okay, therefore a capacitor does not permit DC to flow through it. അതിലൂടെ ഒരു DC നെ ഒരു കപ്പാസിറ്റർ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നില്ല. Okay, capacitor has the property to block the DC since it's providing an infinite reactance to DC quantities. Okay, and ഞാൻ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് കപ്പാസിറ്റീവ് ഫിൽട്ടർ ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റീവ് ഫിൽട്ടർ യൂസ് ചെയ്യാൻ കാരണം എന്താണ്, ഇറ്റ് ഈസ് എ ലോ കോസ്റ്റ്, ലോ വെയിറ്റ്, ലോ സൈസ്. ഓക്കെ, അത് ലോ കോസ്റ്റ് ആണ്, ലെസ് വെയിറ്റ് ആണ്, സ്മോൾ സൈസ് ആണ്, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെന്താണ്, സ്മോൾ ലോഡ് സർക്യൂട്ട്, വെരി ഹൈ ലോഡ് സർക്യൂട്ട്സിലൊന്നും യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ഫിൽട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിക്കും. അപ്പോൾ സ്മോൾ ലോഡ് കറൻസിന്റെ അപ്ലിക്കേഷനിലൊക്കെ കപ്പാസിറ്റീവ് ഫിൽട്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഒരു സാധാരണ ഒരു ചാർജർ, ബാറ്ററി ചാർജർ കേസിലൊക്കെ നമ്മൾ കപ്പാസിറ്റീവ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യും. അപ്പം നിങ്ങളുടെ വീട്ടിൽ കേടായ ഇതുണ്ടാവും, ചാർജറൊക്കെ ഉണ്ടാവും. അപ്പോൾ ചാർജറൊക്കെ ഒന്ന് ഊരി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ എല്ലാ പവർ സപ്ലൈ കോമ്പണൻസിനെയും കാണാം. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഈ പറഞ്ഞ റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ ഒരു കപ്പാസിറ്റീവ് ഫിൽട്ടർ ഉണ്ടാവും, പിന്നെ പ്ലസ് റെഗുലേറ്റർ സർക്യൂട്ട് ഉണ്ടാവും. അപ്പൊ ഇത്രയും പാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചാർജറൊക്കെ ഊരി നോക്കിക്കഴിഞ്ഞാൽ പവർ സപ്ലൈ. ഓക്കെ, ഒരു DC പവർ സപ്ലൈ, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാർജർ, പഴയ ചാർജർ, നോക്കിയതിന്റെ പഴയ ഫോണിന്റെ ഒക്കെ ചാർജറൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് വീട്ടിൽ വെറുതെ വെച്ചേക്കുവാണെങ്കിൽ ഒന്ന് ഊരി നോക്കുക, നല്ലൊന്നും എടുത്തിട്ട് ഊരി നോക്കണ്ട, കേടായതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊരി നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓരോ പാർട്ടും ഓരോ ഇൻഡിവിജ്വൽ ബ്ലോക്സും നമുക്ക് കാണാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കപ്പാസിറ്റീവ് ഫിൽട്ടർ. പഠിച്ചു വെക്കുക ഏതാണ് സർക്യൂട്ട്, കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ സിമ്പിൾ സർക്യൂട്ട്, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ വേവ് ഫോം, ഒരു കപ്പാസിറ്റീവ് ഫിൽറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഒരു കപ്പാസിറ്റീവ് ഫിൽറ്ററിൽ ഓർത്ത് വെക്കണം. ഓക്കെ, സോ അടുത്ത ടോപ്പിക് ലാസ്റ്റ് പാർട്ടാണ്, സെനർ റെഗുലേറ്റർ. ലാസ്റ്റ് പാർട്ട് ഇതിന്റെ പവർ സപ്ലൈയുടെ ലാസ്റ്റ് പാർട്ട്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടില്ല.
പവർ സപ്ലൈയുടെ ലാസ്റ്റ് പാർട്ട് വരുന്നത് റെഗുലേറ്റർ ആണ്, വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. ഇപ്പൊ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് അതിന് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. പവർ സപ്ലൈയിലുള്ള വോൾട്ടേജ് റെഗുലേറ്റർ ആണ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഒരു രീതിയിലുള്ള ഫ്ലക്ച്വേഷനും ഇല്ലാത്ത ഒരു DC വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെനർ റെഗുലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ Zener regulator. How this Zener is using as a voltage regulator. അതാണ് ഫസ്റ്റ് തിങ്. ഒരു സാധാരണ സെമി കണ്ടക്ടർ ഡയോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ സെമി കണ്ടക്ടർ ഡയോഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കറിയാം. എന്താണ്? ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ഒരു സ്മോൾ റിവേഴ്സ് കറണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. അതിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലോ, റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ബ്രേക്ക് ഡൗൺ മേ ഒക്കർ, ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും. നമ്മൾ കണ്ടതാണ് ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ അതൊരു നോർമൽ കണ്ടക്ഷൻ, ഒരു കണ്ടക്റ്റിംഗ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിൽ ഒരു ഓഫ് സ്വിച്ച് ആയിട്ട്, നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്യൂട്ട് ഡിവൈസിന് അല്ലെങ്കിൽ ആ ഒരു കോമ്പണന്റിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് ഡാമേജ് സംഭവിച്ചിട്ട് ഒരു റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ റിവേഴ്സ് ബയാസ് കൊടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്രേക്ക് ഡൗൺ സംഭവിക്കും, ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു ഓർഡിനറി PN ജംഗ്ഷൻ ഡയോഡ്. അവിടെയാണ് നമ്മൾ സെനറിന്റെ വർക്കിംഗ് വരുന്നത്. Zener diode is a silicon semiconductor diode with the same PN junction. നമ്മൾ പറഞ്ഞ സാധാരണ ഒരു PN ജംഗ്ഷൻ ഒക്കെ ഉള്ള ഒരു സാധാരണ സിലിക്കൺ സെമികണ്ടക്ടർ ഡയോഡ് ആണ്. ബട്ട് ദി സ്പെസിഫിസിറ്റി ഈസ് കമ്മിങ് as it can work in a reverse bias condition. അത് സാധാരണ ഉള്ള ഒരു ഡയോഡിനെ പോലെയല്ല. ഇറ്റ് ക്യാൻ വർക്ക്സ് ഇൻ ഫോർവേഡ് ബയാസ് ആൻഡ് ഓൾസോ ഇൻ റിവേഴ്സ് ബയാസ് പ്രോപ്പർലി. അതിന് ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ഡോപ്പിങ്ങിലുള്ള ചില പ്രത്യേകതകളാണ് കേട്ടോ. ഡോപ്പിങ്ങിലുള്ള പ്രോപ്പർട്ടീസ് ആണ് അതിനെ റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യാൻ എലിജിബിൾ ആക്കുന്നത്. So when reverse bias condition, it acts like a normal diode. സാധാരണ ഓർഡിനറി സിഗ്നൽ ഡയോഡ് പോലെ തന്നെയാണ് ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് ഒരു ഓർഡിനറി ഡയോഡ് പോലെയല്ല, ഇറ്റ് ക്യാൻ യൂസിങ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ഇൻ DC circuit. Okay, so you can see here when forward bias, it behaves like a normal signal diode, but when the reverse voltage is applied to it, the voltage remains constant for a wide range of current. Voltage എന്താവും? കോൺസ്റ്റന്റ് ആവും. എന്നിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിന് അക്രോസ് ഉള്ള റിവേഴ്സ് ബയാസ് നമ്മൾ എത്ര കൂട്ടിക്കഴിഞ്ഞാലും ആ ഒരു നോമിനേറ്റഡ് വാല്യൂ ഓഫ് സെനർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ ഒരു 5 വോൾട്ട് സെനർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു വോൾട്ടേജ് നോമിനേഷൻ ഉണ്ടാവും. ഒരു 5 വോൾട്ട് സെനർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഇപ്പൊ -10 വോൾട്ട് ആയി കഴിഞ്ഞാലും -15 വോൾട്ട് ആയി കഴിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല. അത് ഒരു പർട്ടിക്കുലർ -5 വോൾട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും. അതിന് അക്രോസ്, സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജിൽ യാതൊരു രീതിയിലുള്ള ചേഞ്ചും വരില്ല. അതിന് നോമിനേറ്റഡ് വാല്യൂ 5 ആണെങ്കിൽ ആ 5 തന്നെ റീറ്റെയിൻ ചെയ്യും. കറണ്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷെ വോൾട്ടേജ് കൂടില്ല. ദിസ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ സെനർ ഡയോഡ് ഈസ് യൂസിങ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് വോൾട്ടേജ് അക്രോസ് ഇറ്റ്. അതിനൊക്കെ അക്രോസ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു സെനർ ഡയോഡിന് പറ്റും. അതുകൊണ്ട് തന്നെ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ ഇൻ DC സർക്യൂട്ട്. DC സർക്യൂട്ടിൽ നമ്മളൊരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെനറാണ്. If Zener voltage of 5 volt is used, the voltage becomes constant at 5 volt. It does not change. ഞാൻ പറഞ്ഞ കാര്യമാണ്. So this is the symbol of the Zener diode. നമുക്ക് ഇവിടെ കാണാം Z ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരു ഡയോഡിൽ, ഓർഡിനറി ഡയോഡിൽ ഒരു കാഥോഡിന് ഒരു ലൈൻ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇവിടെ Z പോലെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So what is a voltage regulator? ഇപ്പൊ എന്താണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ? എത്ര സപ്ലൈ വോൾട്ടേജ്, നമ്മൾ എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് തന്നെ അതിന്റെ ഔട്ട്പുട്ട് റിമെയിൻ ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മളെ ഓരോ ഓർഡിനറി ഡിവൈസസിനൊക്കെ ഒരു നോമിനേറ്റഡ് വോൾട്ടേജ് വാല്യൂ ഉണ്ടാവും. 5 വോൾട്ട്, 15 വോൾട്ട്, 20 വോൾട്ട്,
അങ്ങനെ ഒരു നോമിനേറ്റ്, അതിന്റെ മാക്സിമം എത്രയാണ് അതിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസർ ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റെബിലൈസേഴ്സ് യൂസ് ചെയ്യും. അപ്പം സാധാരണ രീതിയിലുള്ള അതിനൊരു നോമിനേറ്റഡ് വോൾട്ടേജ് ഉണ്ടാവും. ഒരു 150 വോൾട്ട് ആണ് നോമിനേറ്റഡ് വോൾട്ടേജ് എങ്കിൽ നമ്മളെ ലൈറ്റനിങ് ടൈമിലൊക്കെ നല്ല മിന്നലുള്ളവരൊക്കെ എന്ത് വരും, ഹയർ വോൾട്ടേജ് വിൽ സൂപ്പർ ഇമ്പോസ് ഓൺ ദി പവർ ലൈനിലോട്ട് ഹയർ വോൾട്ടേജ് ഭയങ്കര തൗസൻഡ്സ് ഓഫ് വോൾട്ടിലൊക്കെയുള്ള വോൾട്ടേജ് പവർ ലൈനിൽ വരും. അപ്പൊ ഇതെന്ത് വരും, ഇത് ഈ ഒരു ഫ്രിഡ്ജിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റെബിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രിഡ്ജിലാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ടി വിയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലൊക്കെ ആയാലും ഈ ഒരു ലോഡ് എക്യുപ്മെന്റിലോട്ട് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിൽ നമ്മളൊരു വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓർ റെഗുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ, സ്റ്റെബിലൈസറിന് സെയിം ഫംഗ്ഷൻ ആണ്, റെഗുലേഷൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വോൾട്ടേജ് വരുന്ന സമയത്ത് അതിന്റെ നോമിനേറ്റഡ് വോൾട്ടേജ് 150 വോൾട്ട് ആണെങ്കിൽ എങ്ങനെ എത്ര ലൈറ്റനിങ് വന്നു കഴിഞ്ഞാലും ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ അത്ര ഒരുപാടൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഫ്യൂസ് പോയിട്ട് അത് സ്റ്റെബിലൈസർ ഫ്യൂസ് പോയിട്ട് നിർത്തുക എന്നല്ലാണ്ട് ലോഡിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അപ്പൊ അതാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ. ദി വോൾട്ടേജ് റെഗുലേറ്റർ ഇസ് യൂസ്ഡ് ഫോർ 2 മെയിൻ റീസൺസ്. ദേ ആർ ടു വാരി ഓർ regulate the output voltage or to keep the output voltage constant at the desired value in spite of the variation in the supply voltage. ഇപ്പൊ പറഞ്ഞ കാര്യം, സപ്ലൈ വോൾട്ടേജിൽ എത്ര വേരിയേഷൻ ഉണ്ടായാലും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസൈഡ് വാല്യൂയിൽ തന്നെ കീപ്പ് ചെയ്യാൻ ഈ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ കൊണ്ട് പറ്റും. സോ നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ വോൾട്ടേജ് റെഗുലേറ്റർ. So we can see here, this is our sender, this blue diode is our sender. അതിന്റെ നെഗറ്റീവ് ഇൻപുട്ടിന്റെ പോസിറ്റീവിലോട്ടും പോസിറ്റീവ് ഇൻപുട്ടിന്റെ റെഫറൻസ് നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അൺറെഗുലേറ്റഡ് വോൾട്ടേജ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഫിൽട്ടർ സർക്യൂട്ടിൽ നിന്ന് വരുന്ന അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ് നമ്മളെ VL, ലൈൻ വോൾട്ടേജ് ആണ് കേട്ടോ, ലോഡ് അല്ല, ലൈൻ വോൾട്ടേജ് ആണ് VL. അൺറെഗുലേറ്റഡ് ലൈൻ വോൾട്ടേജ് VL വരും. അപ്പൊ അത് ഒരു സീരീസ് റെസിസ്റ്റർ ഉണ്ട്, RS സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജിൽ, സീരീസ് റെസിസ്റ്റർ. ദെൻ ദിസ് ഈസ് കണക്റ്റഡ്, ദെൻ ലോഡ് കറണ്ട് ഇസ് ഫ്ലോയിങ് ത്രൂവേഴ്സ് ദിസ് ലോഡ്. RL ആണ് നമ്മളെ ലോഡ്. അപ്പൊ ലോഡിന് അക്രോസ് എന്ത് വരണം, റെഗുലേറ്റഡ് വോൾട്ടേജ് വരണം. Since this load RL is connected across this center, this voltage across this center is appearing same as in the load. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എന്താണ്, ലോഡ് is connecting across this center. സെന്ററിന് അക്രോസ് ആണ് നമ്മളെ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ സെന്റർ is appearing across this ലോഡ്. ഈ ഒരു ലോഡിലും ഈ ഒരു സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് അപ്പിയർ ചെയ്യുക. ഇവിടെ വേറെ റെസിസ്റ്റർ ഒന്നും കണക്ട് ചെയ്തിട്ടും ഇല്ല സീരിയൽ ആയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോഡിൽ വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും, സെനർ വോൾട്ടേജ് തന്നെയായിരിക്കും. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് റെഗുലേറ്റഡ് വോൾട്ടേജ് ഇസ് VZ. ദിസ് VZ ഇസ് ദ വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ദിസ് സെനർ. ദ സെയിം വോൾട്ടേജ് അക്രോസ് ദിസ് ലോഡ് ഓൾസോ. ഓക്കെ, ലോഡിന് അക്രോസും ഇതേ VZ തന്നെയാണ് വരിക. സോ ഹൗ ഇറ്റ്സ് വർക്കിംഗ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. There is a series resistor connected to the circuit in order to limit the current into the diode. ഡയോഡിലോട്ടുള്ള കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയൽ റെസിസ്റ്റർ RSന്റെ റെസിസ്റ്റർ വാല്യൂ എങ്ങനെയായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, അത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് VLന്റെയും ജനറൽ വോൾട്ടേജിനെയും കൂടെ സബ്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള അതിനോട് ഈ ഒരു കറണ്ട് എന്ന് വെച്ചാൽ I into R ആണ് നമ്മൾ ഇത് റെസിസ്റ്റൻസ് വാല്യൂ ഓർ V/I ചെക്ക് ചെയ്തുകൊണ്ടുള്ള നമ്മൾ അൺറെഗുലേറ്റഡ് വോൾട്ടേജും അതേപോലെ സെനർ വോൾട്ടേജിനെയും കൂടെ ചെക്ക് ചെയ്തിട്ട് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ലോഡ് കറന്റിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഈ RSന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ റെസിസ്റ്ററിന്റെ ഫംഗ്ഷനാലിറ്റി, ഈ ഒരു RS റെസിസ്റ്ററിന്റെ ഫംഗ്ഷനാലിറ്റി എന്താണ്, ദാറ്റ് ഈസ് ഹാവ് ടു ലിമിറ്റ് ദ കറന്റ് ഫ്ലോ ടുവേർഡ്സ് ദിസ് ഡയോഡിലോട്ടുള്ള കറന്റ് ഫ്ലോനെ ലിമിറ്റ് ചെയ്യും. Connected to circuit to limit the current into the diode. So it is connected to the positive terminal of the DC supply. ഈ ഒരു DC വോൾട്ടേജിന്റെ പോസിറ്റീവിലോട്ടാണ് നമ്മൾ RS കണക്ട് ചെയ്തിട്ടുള്ളത്. Works such that reverse bias can work also in the breakdown condition. നമ്മളെ
ജനറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജനർ അറേഞ്ച്മെന്റ്. ഓക്കെ, we do not use ordinary junction diode because low power rating diode can get damaged when we apply reverse bias above its breakdown voltage. നമ്മൾ പറഞ്ഞ കാര്യമാണ്, റിവേഴ്സ് ബയസ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും എബവ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓർഡിനറി ഡയോഡ് ഗെറ്റ് ഡാമേജ് സിൻസ് ഇറ്റ്സ് ഹാവിങ് എ ലോ റിവേഴ്സ് പവർ റേറ്റിംഗ്. റിവേഴ്സ് പവർ റേറ്റിംഗ് ലോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. So the voltage across the diode exceeds Zener breakdown voltage. A significant amount of current starts flowing through the diode. അപ്പം നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഇനീഷ്യലി ഒരു VL വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അത് കണ്ടക്ട് ചെയ്യുന്നു. ഇതിനെ അക്രോസ് വരുന്ന വോൾട്ടേജ് ലോഡിൽ അക്രോസ് അപ്പിയർ ചെയ്യും. ഇനി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് അധികം വോൾട്ടേജ് സപ്ലൈയിൽ വന്നു. അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ഇതിന്റെ നോർമലി ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സെനർ വർക്ക് ചെയ്യുക? സെനർ എങ്ങനെ വർക്ക് ചെയ്യും? ഇത് റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 5 വോൾട്ട് നോമിനേറ്റഡ് ആണ് നമ്മളെ സെനർ എങ്കിൽ നമ്മളെ മാക്സിമം ലോഡ് വോൾട്ടേജ് 5 വോൾട്ടേ പാടുള്ളൂ. അതിനനുസരിച്ചുള്ള സെനേഴ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ലോഡ് വോൾട്ടേജിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള സെനർ ഡയോഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെനർ ഡയോഡ്സിന് പല വോൾട്ടേജ് നോമിനേഷൻ അവൈലബിൾ ആണ്. 5.1, 5.6, 6.2, 7.1 അങ്ങനെ ഒരുപാട് വാല്യൂസിന്റെ സെനർ അവൈലബിൾ ആണ്. അപ്പൊ നമ്മളെ ലോഡ് വോൾട്ടേജിന് എത്രയാണോ കോൺസ്റ്റന്റ് വോൾട്ടേജ് വേണ്ടത് അതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള സെനർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയാണ്, ലോഡ് വോൾട്ടേജിന് 5 വോൾട്ട് ആണ് വേണ്ടത്. അതിന്റെ ലോഡ് വോൾട്ടേജ് 5 വോൾട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെനർ ഒരു 5 വോൾട്ട് സെനർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ ഒരു 10 വോൾട്ട് ഇൻപുട്ട് വന്നു. അൺറെഗുലേറ്റഡ് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ ഒരു 10 വോൾട്ട് ഫ്ലോ ചെയ്യും. അപ്പം കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. ഇപ്പൊ സെനറിനുള്ള പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെനർ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുന്ന സമയത്ത് ഈ ഒരു 5 വോൾട്ട് നമ്മൾ എത്ര 10 വോൾട്ട് എത്തിക്കഴിഞ്ഞാലും സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയായിരിക്കും 5 വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് അതിന് കറസ്പോണ്ട് ചെയ്തിട്ടുള്ള കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. സെനറിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. അഡീഷണലി വരുന്ന വോൾട്ടേജ് ഉണ്ടാവുന്നത് കൊണ്ടുള്ള കറണ്ട് ഒക്കെ സെനറിലൂടെ ഫ്ലോ ചെയ്യും. എങ്ങോട്ട് പോവില്ല? ലോഡിലോട്ട് പോവില്ല. ലോഡിൽ എന്ത് മാത്രമേ എത്തുള്ളൂ? ഇതിനെ ക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയാണ്? അത് 5 വോൾട്ട് ആണ്. ആ വോൾട്ടേജ് മാത്രമേ നമ്മളെ ലോഡിൽ എത്തുള്ളൂ. So when the voltage across the diode exceeds the Zener breakdown voltage, a significant amount of current starts flowing through the diode. ഈ ഡയോഡ് കൂടിയാണ് കറണ്ട് പാസ് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് as the load is in parallel to the diode, the voltage drop across the load is equivalent to the Zener breakdown voltage. 5 വോൾട്ട് സെനർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തായിരിക്കും ലോഡിൽ കിട്ടുന്ന ഔട്ട്പുട്ട്? 5 വോൾട്ട് തന്നെ കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എത്ര ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാലും ഈ ഒരു സെനർ തന്നെ എന്ത് ചെയ്യും? 5 വോൾട്ടിൽ റീറ്റെയിൻ ചെയ്തിട്ട് അഡീഷണൽ എക്സസ് കറണ്ട് ഒക്കെ ഈ ഒരു സെനറിൽ കൂടെ തന്നെ പാസ് ചെയ്യും. എന്തിലോട്ട് പോവില്ല? ലോഡിലോട്ട് പോവില്ല. Okay, so Zener diode provides a path for current to flow and hence the load gets protected from this excessive current. അതായത് ഈ അഡീഷണൽ വരുന്ന കറണ്ട്സ് ഒക്കെ സെനറിൽ കൂടെ പാസ് ചെയ്യും. പക്ഷേ വോൾട്ടേജ് എന്ത് ചെയ്യില്ല? ഇൻക്രീസ് ചെയ്യില്ല. വോൾട്ടേജ് നമുക്ക് എത്രയാണ് നോമിനേറ്റഡ്? 5 വോൾട്ട് ആണെങ്കിൽ, ലോഡിന്റെ 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട് സെനർ യൂസ് ചെയ്യുന്നത് വഴി ഇതൊരു 5 വോൾട്ട് തന്നെ റിട്ടേൺ ചെയ്യും. ആ വോൾട്ടേജ് തന്നെയാണ് ഈ ഒരു പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോഡിൽ എത്തുന്നത്. അഡീഷണൽ വരുന്ന കറണ്ട് ഒക്കെ സെനറിൽ കൂടെ പാസ് ചെയ്യുകയും ചെയ്യും. The Zener diode provides a path for the current to flow, hence the load gets protected from this excessive currents. കേട്ടോ, സെനറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഒരു ഓർഡിനറി ഡയോഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ അതെന്താവും? അതൊരു പ്രൊട്ടക്ടർ ആയിട്ട്, ഒരു റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനെ? ലോഡിൽ. അഡീഷണൽ നമ്മൾ എക്സ്ട്രാ എക്സസീവ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? അതിനെ ഇൻക്രീസ് ചെയ്യാതെ എന്താണോ നോമിനേറ്റഡ് വാല്യൂ ഓഫ് ദ സെനർ ആ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് തന്നെ സെനർ കീപ്പ് ചെയ്തിട്ട് അഡീഷണൽ എക്സസീവ് കറൻസിലൊക്കെ അതിലോട് തന്നെ സെനറിൽ കൂടെ പാസ് ചെയ്ത് അതിനെ അക്രോസ് വരുന്ന ലോഡിൽ ആ നോമിനേറ്റഡ് വോൾട്ടേജ് വാല്യൂ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും.
ആ ഒരു കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാതെ ലോഡിനെ വെൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഒരു സെനർ റെഗുലേറ്റർ കൊണ്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെനർ ഡയോഡ്. നമ്മൾ ഒരു ഓർഡിനറി ഡയോഡിന്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഫോർവേഡ് ബയാസിലെ ഒരു ഓർഡിനറി ഡയോഡ് പോലെ തന്നെ കട്ട് ഇൻ വോൾട്ടേജ് ഒക്കെ ഉള്ള ഒരു ഓർഡിനറി വോൾട്ടേജ് പോലെ തന്നെ നമുക്ക് ഒരു ഓർഡിനറി ഡയോഡ് പോലെ തന്നെ ഇതിന്റെ VI കാരൊക്കെ നമുക്ക് ഫോർവേഡ് ബയാസ് കാണാം. പക്ഷെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് there is a Zener breakdown or avalanche region. In that region, it controls its voltage in that region. ഇതിപ്പം 5 വോൾട്ട് എങ്കിൽ ഈ ഒരു 5 വോൾട്ട് തന്നെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കീപ് ചെയ്യും. നമ്മൾ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് വോൾട്ടേജ് കുറെ 10 വോൾട്ടോ 15 വോൾട്ടോ നെഗറ്റീവ് 20 വോൾട്ടോ മൈനസ് എത്ര കൂട്ടിക്കഴിഞ്ഞാലും നമ്മളെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് എത്ര കൂട്ടിക്കഴിഞ്ഞാലും ഇതിന്റെ കറസ്പോണ്ടിങ് റേറ്റിംഗ് എത്രയാണോ ആ ഒരു പർട്ടിക്കുലർ റേറ്റിങ്ങിന് അങ്ങോട്ട് ഡയോഡിന്റെ വോൾട്ടേജ് പോവില്ല, സെനർ ഡയോഡിന്റെ വോൾട്ടേജ് പോവില്ല. ആ ഒരു വോൾട്ടേജ് തന്നെ കീപ്പ് ചെയ്യും. കറസ്പോണ്ട് ചെയ്തിട്ടുള്ള കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺസ്റ്റന്റ് വോൾട്ടേജിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദിസ് ഇസ് ദ സെനർ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയാണ് നമ്മളെ പവർ സപ്ലൈയിലെ എലമെന്റ്സിന്റെ എക്സ്പ്ലനേഷൻ. പവർ സപ്ലൈയിലുള്ള ആദ്യത്തെ കോമ്പണൻസ് ഒക്കെ പറഞ്ഞു, റെക്ടിഫയർ പറഞ്ഞു, ഫിൽട്ടർ പറഞ്ഞു, സെനർ റെഗുലേറ്റർ പറഞ്ഞു. എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്ലൈഡ്സ് നോക്കാം, മെറ്റീരിയൽസ് നോക്കാം, ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതും നോക്കാം, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. എന്തായാലും ഇതിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഡീറ്റെയിൽഡ് സ്റ്റഡി നിങ്ങൾ ചെയ്യും, പഠിക്കും, ലാബ് ചെയ്യും. അന്നേരമൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാൽ കൂടെ അന്നേരം അത് പഠിക്കുമ്പോൾ എന്താണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു പേപ്പർ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന പേപ്പർ പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കീപ്പ് ചെയ്യും. അപ്പൊ ഇത്രയാണുള്ളത്. അപ്പൊ നാളത്തെ സെഷനിൽ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ആണ് നാളത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതോടുകൂടി നമ്മളെ സിലബസിന്റെ ഏതാണ്ടെന്നല്ല എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ പേപ്പറൊക്കെ വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരു ഇന്റേണൽ മാർക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം. എക്സാമിന്റെ കാര്യമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി പഠിക്കുക. അന്നേരം കുറച്ചും കൂടെ ഡൗട്ട് കൂടി വരുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ക്ലാസ്സിന് നമുക്ക് അറേഞ്ച് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ടൈം ടേബിൾ അല്ലാതെയുള്ള ക്ലാസ്സസ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം എല്ലാവരും അറ്റൻഡൻസ് വെറുതെ ചാറ്റ് ബോക്സിൽ ഒരു ഹായ് പറഞ്ഞോളൂ. Thank you.